കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഹോവിയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. നമ്മുടെ ഹൃദയം എപ്പോഴും ഉറയ്ക്കണം. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത നമ്മെ ഉറപ്പിക്കുന്ന ദൈവമാണ്. വിടാതെ വണ്ണം ഉറപ്പിച്ച് നിർത്തുന്ന ദൈവം. പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ രൂക്ഷമാകുമ്പോൾ അവിടുത്തെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. ഉറപ്പിക്കുന്ന ദൈവം. ഒരു സാധ്യത അവിടെ ഇല്ല. എന്തോ കണ്ടിട്ടാ ഉറച്ചു നിൽക്കുന്നത്. പക്ഷെ ദൈവം പറഞ്ഞാൽ ഉറച്ചു നിൽക്കണം. ബാക്കി ദൈവം ചെയ്തോ. ഹൃദയത്തിനകത്ത് ഈ ദിവസങ്ങളിൽ ഒരു വിശാലതയുണ്ടാകും. ഹൃദയം സന്തോഷിക്കണം. ഇളകി മറിയുന്ന തിരകൾ പോലെ നമ്മുടെ ഹൃദയം തള്ളിക്കയറിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിക്കും. നമ്മുടെ ധൈര്യത്തെ ചോർത്തിക്കളയുന്ന ദുഷ്ടശക്തിയുടെ മേൽ നമുക്കൊരു ജയമുണ്ടാകും. ജയം ഉണ്ടാകണമെങ്കിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ യഹോവയായ ദൈവം ആരാണെന്ന് മനസ്സിലാക്കുക. ആരിലാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ഒരറിവ് നമുക്കുണ്ടാവണം. ചില കാര്യങ്ങൾ നടന്നില്ല എന്ന് വെച്ച് നിരാശപ്പെട്ട് പ്രാർത്ഥന നടത്തുമ്പോൾ നമ്മുടെ ദൈവനാമമായിട്ടുള്ള ബന്ധം ആ വിഷയത്തിന് വേണ്ടിയുള്ള ബന്ധമായിരുന്നു. എന്നാൽ പൗലോസ് പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കും എന്നെനിക്കറിയാം. ഏത് വിഷയം വന്നാലും, പ്രതിസന്ധികൾ രൂക്ഷമാകട്ടെ, പട്ടിണി വരട്ടെ, പൈതാകം വരട്ടെ, ആപത്ത് വരട്ടെ, വാളാട്ടെ, വരാനുള്ളതാകട്ടെ, ഉയരമാകട്ടെ, ആഴമാകട്ടെ, ഇതിനൊന്നും ഞാനും കർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് വേർപിരിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ചിന്ത വരണം. നമ്മൾ മെറ്റീരിയൽ ബ്ലെസ്സിങ്, ഒരു വിടുതൽ വന്നില്ലെങ്കിൽ, സൗഖ്യം വന്നില്ലെങ്കിൽ, ജോലിയെ ബാധിച്ചാൽ ഒക്കെ ദൈവമായിട്ടുള്ള ബന്ധം അവിടെ തീരുകയാണ്. നമ്മൾ അതിനു വേണ്ടിയാണ് ദൈവത്തെ വിശ്വസിക്കുന്നത്. അത് നടന്നില്ല. നമ്മുടെ ചിന്താഗതികൾക്ക് സഹോദരങ്ങളെ ഒരു മാറ്റമുണ്ടാവണം. കാൽവറിയിൽ ആ മഹാസ്നേഹം നമുക്ക് വേണ്ടി നൽകിയതിൻ്റെ ആഴത്തെ പറ്റി വല്ലപ്പോഴുമെങ്കിലും ഒന്ന് ചിന്തിക്കണം. ഇനി ഒരു തുള്ളി രക്തം പോലും ഇല്ലായിരുന്നു തരാൻ. അവസാനത്തെ തുള്ളി രക്തം ഊറ്റിത്തന്ന് തിരുശരീരം വലിച്ചു കീറപ്പെട്ട, പിച്ച് ചീന്തപ്പെട്ട, കണ്ടാൽ ഒരു മനുഷ്യനാണോന്ന് പോലും തോന്നാത്ത രീതിയിൽ അവിടുത്തെ രൂപം വിരൂപമായി തീർന്നില്ലേ? നമുക്കറിയാം, ഒരു കുഞ്ഞിനെ തകർത്ത് കളയാൻ ഒരു മനുഷ്യന് ഇഷ്ടപ്പെടില്ല. പക്ഷേ പിതാവിന് തൻ്റെ ഓമന കുമാരനെ തകർത്ത് കളയാൻ ഇഷ്ടമായത് എന്തുകൊണ്ടാണ്? സന്തോഷമായത് അങ്ങനെയാണോ? ഇല്ല. നമ്മുടെ പാപം, നമ്മുടെ ശാപം, അടിപ്പിണെല്ലാം സൗഖ്യം വരേണ്ടതിന് കാൽവറിയിൽ അവിടുത്തെ ഓമനക്കുമാരനെ തകർത്ത് കളയാൻ പിതാവിന് പ്രസാദം തോന്നി. അങ്ങനെയെങ്കിൽ നമ്മൾ വിടുതൽ കണ്ടിട്ട്, എന്തേലും വിഷയം നടക്കാത്ത ലേറ്റായത് കണ്ടിട്ട്, ചില വിഷയത്തിന്മേൽ കാലതാമസം വരുന്നു എന്ന് കണ്ടിട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോന്നെങ്കിൽ നമ്മുടെ എയിം എന്താണെന്ന് ഇന്ന് ശാന്തമായിട്ട് ചിന്തിക്കണം. സ്തോത്രം. മടങ്ങി വരണം. പൗലോസ് പറഞ്ഞതുപോലെ, ഇതൊന്നും ഞാനും എൻ്റെ കർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ ഞങ്ങളെ വേർപിരിക്കില്ല. ഇതൊക്കെ ഞാൻ പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുക.
ഇതല്ല തൻ്റെ മാനദണ്ഡം. ആ ദിവസം വരെ എന്നെ കാക്കാൻ, നടത്താൻ, ഇതിനെ ജയിക്കാൻ എനിക്ക് കരുത്ത് നൽകുന്ന ദൈവമുണ്ട്, ഒരു കർത്താവുണ്ട്. ഒരാഴമായ ദൈവസാന്നിധ്യം ഇന്ന് പകലിലും നമ്മുടെ മധ്യേ വെളിപ്പെട്ട് വരട്ടെ. 92-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത് വാക്യം. യഹോവേ, നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. ഞാൻ നിന്റെ കൈകളുടെ പ്രവർത്തികളെക്കുറിച്ച് ഘോഷിച്ച് ഉല്ലസിക്കുന്നു. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യാൻ ശബത്ത് നാളിലേക്കുള്ള ഒരു ഗീതമാണ്. അതിനുള്ള നിരുനാമത്തെ കീർത്തിക്കാൻ ഗംഭീരസ്വരമുള്ള കിന്നരം. എന്നിട്ട് പറയുന്നത്, രാവിലെ അവിടുത്തെ രാത്രി തോറും വിശ്വസ്തത വർണ്ണിക്കണം. എന്നിട്ടാണ് നമ്മുടെ വാക്യം, യഹോവേ, അങ്ങയുടെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിക്കും. ഒന്ന്, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളെ സന്തോഷിപ്പിക്കുന്നതാണ്. രണ്ട്, നമ്മുടെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളെ ഉല്ലസിപ്പിക്കുന്നതാണ്. 118-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ ആ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുമ്പോൾ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും കോശം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. തെരിച്ച പോലെ ചുറ്റിവളഞ്ഞ തകർത്തുകളയുമെന്ന് വാദിച്ച ശക്തികൾ അതിനെ മുൾത്തി പോലെ കെടുത്തിയ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടപ്പോൾ അവരുടെ കൂടാരങ്ങളിൽ ഉല്ലാസമുണ്ടായി, ജയമുണ്ടായി. അവർ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ചുറ്റിവളഞ്ഞത് തകർക്കാനായിരുന്നു, ചുറ്റിവളഞ്ഞത് പ്രാണന് ഹാനി വരുത്താനായിരുന്നു, ചുറ്റിവളഞ്ഞത് നന്മയെ പിടിച്ചടക്കാനായിരുന്നു, ചുറ്റിവളഞ്ഞത് വാഗ്ദത്തത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കാനായിരുന്നു. എന്നാൽ ആ ശക്തികളെ മുൾട്ടി പോലെ കെടുത്തിയ ഒരു ദൈവമുണ്ട്. അവിടുത്തെ പ്രവൃത്തി കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഉല്ലാസം വന്നു, ഞങ്ങൾക്ക് സന്തോഷം വന്നു. മറ്റൊരിടത്ത് പറയുന്നു, ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും? പ്രിയരേ, ദൈവം പ്രവർത്തിച്ചാൽ ഒരു ശക്തിക്കും തടയാൻ പറ്റില്ല. ഒരു മന്ത്രവാദത്തിനോ ആഭിചാരത്തിനും കൂടിയിരിപ്പിനോ പാതിയിരിപ്പിനോ ഒന്നും ഭയപ്പെടരുത്. ദേശാധിപതിയുടെ ശക്തികൾക്കോ തടയാൻ പറ്റില്ല. ദാനിയേലിന്റെ പ്രാർത്ഥനയെ തടഞ്ഞു നിർത്താൻ നോക്കിയെങ്കിൽ അത് നടന്നില്ല കേട്ടോ. ദൂതനെ ദൈവം ഇറക്കി അതിനെ വെട്ടി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും? മറ്റൊരിടത്ത് പറയുന്നു, കർത്താവ് നീ പ്രവൃത്തിയിൽ ഭയങ്കരനായ ദൈവമാണ്. ഫറവോന്റെ ശക്തികളെ ചെങ്കടലിൽ തള്ളിയിട്ട് അതേ ചെങ്കടലിലൂടെ വാഗ്ദത്തമുള്ള തൻ്റെ ജനത്തെ മരുഭൂമിയിൽ നടത്തിയതുപോലെ നടത്തിയ ദൈവം, തീക്കൽ പാറയെന്ന് ജലം ചാടി പുറപ്പെടുവിച്ചു കൊടുത്തവൻ, ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നവൻ, കാടപ്പക്ഷിയെ വർഷിപ്പിച്ചു കൊടുത്തവൻ, ചൂടേറിയ മരു യാത്രയിൽ പകൽ മേഘസ്തംഭമായി ഇറങ്ങി വന്നവൻ, മഞ്ഞുകൊണ്ട് മൂടുന്ന സമയത്ത് രാത്രിയിൽ അഗ്നിസ്തംഭമായി ഇറങ്ങിയവൻ, ചൂടും തണുപ്പും ഒരുപോലെ നിയന്ത്രിക്കുവാൻ കഴിവുള്ള ദൈവസാന്നിധ്യം. സ്തോത്രം. മാറയിലെ വെള്ളം കുടിക്കാൻ കഴിയാതിരുന്നപ്പോ അതിനെ മധുരമാക്കി മാറ്റിയ ദൈവം, യോർദാന്റെ ശക്തികളെ തകർത്തുകൊണ്ട് ഉണങ്ങിയ നിലത്തോടെ കൂടെ തൻ്റെ ജനത്തെ നടത്തിയ ദൈവം, എരിഹോവിന്റെ വ്യാപാരം അകത്തേക്കും പുറത്തേക്കും ആരെയും കടത്തിവിടത്തില്ലെന്ന് വാദിച്ചിരുന്നപ്പോ അത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് യോശുവയോട് പറഞ്ഞ ദൈവം, ആ എരിഹോവിനെ തകർത്ത് കളഞ്ഞവൻ. ആപ്പിന്റെ ശക്തിയാൽ എരിഹോം താണുപോയെങ്കിൽ ദൈവത്തിൻ്റെ പ്രവർത്തികൾ എത്ര ശ്രേഷ്ഠമാണ്. ഇത് കണ്ട് നമുക്ക് സന്തോഷിക്കാൻ, ഇത് കണ്ട് ഉല്ലസിക്കാൻ ഇടയാവില്ലേ പ്രിയരെ? എത്ര പേർക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒന്ന് സ്തോത്രം ചെയ്യാൻ കഴിയും?
ദൈവമേ, അങ്ങയുടെ പ്രവൃത്തി കൊണ്ട് അങ്ങ് ഞങ്ങളെ സന്തോഷം. നമുക്കറിയാം, മറ്റൊരിടത്ത് എഴുതിയിരിക്കുന്നു, നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടു. അപ്പോ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ആർക്കും ഗ്രഹിക്കാൻ പറ്റാത്തതാണ്, ആർക്കും സങ്കല്പിക്കാൻ പറ്റാത്തതാണ്, മറ്റൊരു വ്യക്തിക്കും കാണാൻ പറ്റാത്തതാണ്. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം ശ്രേഷ്ഠകരമായ ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടുത്താൻ പോയി. വിശ്വസിക്കുക, അത് നിങ്ങൾക്ക് സന്തോഷം വരാൻ, ഉല്ലാസം വരാൻ, വിലാപം നൃത്തമാകാൻ, രട്ട് സന്തോഷമാക്കാൻ ദൈവത്തിന്റെ കരമിറങ്ങുകയാ. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്ത് ഈ ദൂത് ഏറ്റെടുക്കുമെങ്കിൽ സർവശക്തിയുള്ള ദൈവത്തിന്റെ കരത്തിന്റെ വല്ലഭത്വം വെളിപ്പെട്ടു വരിക. നസ്വനായ യേശുവിന്റെ നാമത്തിൽ എല്ലാവരും സ്തോത്രം ചെയ്യൂ. ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകൽ നിങ്ങളുടെ തലമുറയുടെ മേൽ വരിക. നിങ്ങളുടെ ശരീരത്തെ നോക്കി പറ, കർത്താവേ, ഞങ്ങളുടെ പ്രവൃത്തി കണ്ട് ഞങ്ങൾ സന്തോഷിക്കാൻ പോകുക. നിങ്ങളുടെ കുടുംബജീവിതത്തിനകത്ത്, നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ, നിങ്ങളുടെ സഭയ്ക്കകത്ത് യേശുവിന്റെ നാമത്തിൽ മിനിസ്ട്രിയിൽ ഇത് വെളിപ്പെടുക. ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് സന്തോഷിച്ച് ഉല്ലസിച്ച് ദൈവത്തിന് മുഴുമഹത്വം കൊടുക്കാൻ ആർക്കും ഗ്രഹിക്കാൻ പറ്റാത്ത, ആർക്കും കാണാൻ പറ്റാത്ത ഒരു ദൈവപ്രവൃത്തി ഇന്ന് പകൽ വരിക. അസ്തമിച്ചു എന്ന് തോന്നുന്നിടത്ത്, ഇനി കാണില്ലെന്ന് പറയുന്നിടത്ത്, വെളിച്ചമൊന്നും കാണുന്നില്ല, പക്ഷെ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങി വരാൻ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു ദൈവപ്രവൃത്തി പിതാവേ, ഇന്ന് പ്രഭാതത്തിൽ അവിടുത്തെ ജനത്തിന്റെ മേൽ, അവരുടെ കുടുംബത്തിന്റെ മേൽ, അവരുടെ ജനറേഷന്റെ മേൽ, അവരുടെ ശരീരത്തിന്റെ മേൽ, അവരുടെ ഓഫീസിന്റെ മേൽ, അവർ ഭയപ്പെടുന്ന വിഷയത്തിന്റെ മേൽ ദൈവം വെളിപ്പെടുത്തി ആദരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അത് ഞങ്ങൾക്ക് സന്തോഷമായി, ഉല്ലാസമായി, ഞങ്ങളുടെ കൂടാരങ്ങൾ ആർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യത്തക്ക രീതിയിൽ അവിടുന്ന് ചെയ്യുന്നതിനായി സ്തോത്രം. സകല മഹത്വമായി യേശുവൻ നാം തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, വിശ്വസിക്കൂ. ദൈവത്തിന്റെ പ്രവൃത്തി കൊണ്ട് അവിടെ നമ്മെ സന്തോഷിപ്പിക്കും, നാം ഉല്ലസിക്കും, ദൈവത്തിന് മഹത്വം കൊടുക്കും. ഈ വചനങ്ങൾ അവരോട് സഹായിക്കട്ടെ. ക്രിസ്തേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.